അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ RC ബൈക്കിനെയാണ്. അപ്പോൾ ഇത് 1/4 സ്കെയിൽ വരുന്ന ഒരു ബൈക്കാണ്. ഹോബി ഗ്രേഡ് അല്ല, നമ്മൾ സെമി ഹോബി ഗ്രേഡ് ലെവലിലേക്ക് ആക്കി. അതായത് ഇലക്ട്രോണിക്സ് ഫുൾ ഹോബി ഗ്രേഡ് ആണ്. പക്ഷെ നമുക്ക് സ്റ്റിയറിംഗ് ഇപ്പോഴും പ്രൊപ്പോർഷണൽ ആക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതെന്തിനാണ് അയച്ചിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ വെച്ചിരുന്ന സർവോ അടിച്ചു പോയി ഗൈസ്. സർവോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രഷർ വരുന്നുണ്ടായിരുന്നു ഈ സർവോട് ഇതിൻ്റെ അകത്തേക്ക്. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഇത് തിരിക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. ടക്ക് ടക്ക് എന്ന് പറഞ്ഞ ഒരൊച്ച കണ്ടോ കണ്ടോ കണ്ടോ, അത് ഈ സർവോ അടിച്ചു പോയി. അതായത് സർവോ ഇപ്പോൾ തിരിയുന്നില്ല. നമ്മളെന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ വേറൊരു സർവോ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. JX സർവോ ആണ്. അത് നമ്മുടെ ഷോർട്ട് പോസ്റ്റ് ട്രക്കിൽ ഇട്ടതാണ്. ഷോർട്ട് പോസ്റ്റ് ട്രക്കിൽ ഇട്ടിട്ട് അതിന് ഹീറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ട്രക്ക് മര്യാദക്ക് ഓടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായില്ല. അതുപോലെ പവർ കുറവാണ്, 8.2 സംതിങ്ങേ ഉള്ളൂ. ഈ സർവോ ശരിക്കും 6 kg ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാളും ഇത്തിരി സ്ട്രോങ് ആണ് ഈ സർവോ. പക്ഷേ ഇത് ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ ഓൾറെഡി പ്രൊപ്പോർഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഇത്തിരിയാണ് ക്വിക്കായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും ഈ സാധനം ഉണ്ടെങ്കിൽ. അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഈ സർവോ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഈ ഒരു സാധനം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റിയറിങ്ങിൻ്റെ മറ്റേ ഇത് ഹോൺ പോലെ ഇരിക്കുമെങ്കിലും സർവോ ഹോൺ പോലെ ഇരിക്കുമെങ്കിലും ഇതിനകത്ത് നമുക്ക് സർവോ സേവറിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. അതായത് ചെറിയ ഇമ്പാക്റ്റൊക്കെ ഇതെടുക്കും നമ്മുടെ സർവോയുടെ ഇതിനകത്തേക്ക് ഗിയറിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സംഭവം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പാക്റ്റൊക്കെ വരും. പെട്ടെന്ന് നമ്മുടെ ടയറിലേക്കൊക്കെ ഒരു ഇമ്പാക്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ഒരു ചെറിയൊരു ട്വിസ്റ്റ് വരുമല്ലോ. ആ ട്വിസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഇതിനകത്തൊരു സ്പ്രിങ് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് മൊത്തം ഇതായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഇനീഷ്യൽ ഇമ്പാക്റ്റ് ഇത് എടുക്കുമ്പോൾ നമ്മുടെ സർവോയുടെ അകത്ത് വരുന്ന ഗിയേഴ്സും കാര്യങ്ങളൊന്നും ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ ഇതിന് പറ്റിയ പോലത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അയച്ചു പണിതാൽ റെഡി ആവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തിട്ട് പണിയൊന്നുമില്ല, പോയതാണ്. അപ്പോൾ ഈ ഒരു സർവോ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നും നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. ഈ സൈഡ് കണ്ടോ, നമ്മുടെ സ്ക്രൂ ഒക്കെ ഇടാനുള്ള ഇതുണ്ട്. ഈ സൈഡ് ഇല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇവിടെ വന്ന് അടിച്ചു കൊള്ളും ആ ഒരു സൈഡ്. അപ്പോൾ നമ്മുടെ ഈ സർവോയിലും ഈ പോർഷൻ കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. കട്ട് ചെയ്ത് കളഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറൊരു വണ്ടിയിലേക്കും ഈ സർവോ ഇടാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ തട്ടിക്കൂട്ട് പരിപാടികൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഹോളൊക്കെ ഇട്ട് വേറെ സെറ്റപ്പൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സർവോ മൗണ്ട് ചെയ്യാനുള്ള എന്തെങ്കിലും സെറ്റപ്പൊക്കെ ഇതിനായിട്ട് ചെയ്യേണ്ടി വരും. അത്രമാത്രം ടെക്നിക്കാലിറ്റി ആയിട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഒരുപാട് പൈസ ഇതിനകത്തേക്ക് ഇറക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ബ്രഷ്ഡ് മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. റണ്ണിങ് ടൈം കുറവാണ്. ഏകദേശം ഒരു 1500 mAh 2 hours ബാറ്ററിയാണ്. അതായത് 1800 mAh 2 hours ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 5-6 മിനിറ്റായിട്ട് ഈ വണ്ടി ഓടുള്ളൂ. അത് കഴിയുമ്പോൾ തന്നെ അത് ഡൗൺ ആവും. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഈ സർവോ സേവർ ഞാൻ അയച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം അതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഇപ്പോൾ സർവോ സേവർ ഇതിൻ്റെ മുപ്പത് മൗണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾക്കൊരു ചെറിയൊരു സൗണ്ട് കേൾക്കാം. അതായത് ചെറിയ നല്ല ഇമ്പാക്റ്റ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ ഈ പറഞ്ഞ പോലെ ഈ മെറ്റൽ റിങ് കണ്ടോ, അതുപോലെ ഒരു 3 റിങ് ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ ഉണ്ട്. അപ്പോൾ അതിലൊരു ചെറിയൊരു പ്ലേ ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമ്മുടെ സർവോ മൂവ് ചെയ്യുന്നതിന് മുമ്പ് അതാണ് ഒരു ടിക് ടിക് സൗണ്ട് കേൾക്കുന്നത്. അതായത് ഇമ്പാക്റ്റ് വരുമ്പോൾ അതാണ് ചെറുതായിട്ടൊന്ന് ഫ്ലെക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർവോക്ക് ഒരു ഷോക്ക് അബ്സോർബർ പോലെ തന്നെ ഈ ഇതിൽ വരുന്ന ഷോക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ സർവോയുടെ ഗിയേഴ്സിലേക്ക് പോവാതെ ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു രീതിയിൽ ഷോക്ക് എത്തിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ സ്റ്റിയറിംഗ് സൈഡിലും അതൊരു ചെറിയൊരു ഡിലേ വരുത്താൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരുപാട് ഫ്ലെക്സ് ഇല്ല, ഒരു ചെറിയൊരു ഫ്ലെക്സേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയൊരു ഫ്ലെക്സ് മതി നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ അകത്തേക്ക് ഇത് മൗണ്ട് ചെയ്യണം. ഫുൾ വീഡിയോ എന്തായാലും എടുക്കാൻ പോയി കഴിഞ്ഞാൽ സമയം എടുക്കും, ഒരുപാട് ലെങ്ത് കൂടും. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ സർവോയുടെ ഈ ഫ്രണ്ടിൽ ഈ സംഭവം ഫുള്ള് കട്ട് ചെയ്ത് കളയും, ഈ ഒരു എൻഡ്. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഓഡിയോ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ സർവോ പോയി, അതായത് നമ്മൾ ഇടാൻ വേണ്ടി ഉപയോഗിച്ച ആ സർവോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായി. ആദ്യത്തെ സർവോ ഇതായിരുന്നു. രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്ത സർവോ ഇതാണ്. അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വർക്ക് ചെയ്യണ്ടായില്ല. അപ്പോൾ നമ്മൾ മൂന്നാമത് നമ്മുടെ കയ്യിലുണ്ടായ സ്പെയർ സർവോ ഇട്ട് ഇതെല്ലാം കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയതായിരുന്നു അപ്പുറത്തെ സർവോ ചെയ്ത പോലെ തന്നെ. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു ഇഷ്യൂ അറിഞ്ഞത്. അതുപോലെ ഇപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വോയിസ് ചെയ്യുന്ന കാര്യം. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് സൗണ്ട് ഇല്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഫുള്ള് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ ഇട്ടേക്കുന്ന സർവോ. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ഇത് സെൻറ്റർ ആവില്ല, കാര്യം പ്രൊപ്പോർഷൻ സ്റ്റിയറിംഗ് അല്ല. അപ്പോൾ നമ്മൾ ഓടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് സെൻറ്റേർഡ് ആവും. അതായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് രണ്ടാമതൊന്ന് സെറ്റ് ചെയ്യാം. വണ്ടി ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫോളോ അപ്പ് വീഡിയോ ഞാൻ ചെയ്തു തരാം. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെയാണ്, വർക്കിംഗ് ആണ്.
പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ടയറൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു തിരിയുന്നതിൻ്റെ സ്ട്രെങ്ത് കുറയും. കാര്യം സ്പ്രിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ രണ്ടാമതൊരു വീഡിയോ എടുക്കുന്നതാണ്, തിരക്കിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സർവോണ് നമ്മൾ ആദ്യം ഇടാൻ വേണ്ടി നോക്കിയത്. ഇതിനൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ഇത് ആദ്യത്തെ സർവോ, ഇപ്പോൾ രണ്ടാമത് ഇടാൻ വേണ്ടി നോക്കിയ സർവോ എല്ലാം പണി കിട്ടി. ഇപ്പോൾ മൂന്നാമത്തെ സർവോയിലാണ് കിടക്കുന്നത്. അതിലിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. കണ്ടോ, സ്റ്റിയറിങ് തിരിയുന്നത് ഇതിനകത്ത് അറിയാൻ പോലും പറ്റുന്നില്ല. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു സ്പ്രിങ്ങിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. അത് ശരിയാവാത്തതുകൊണ്ടാണ്. അപ്പോൾ അതെന്തായാലും രണ്ടാമത് ശരിയാക്കി എടുക്കണം. പക്ഷേ സർവോ വർക്കിംഗ് ആണ്. സർവോ സേവറും ചെറുതായിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ സർവോ സേവറിന് ഡിലേ ഉണ്ട്. അതുകൂടാതെ ഇതിൻ്റെ അകത്തൊരു സ്പ്രിങ് പോകുന്നുണ്ട്. അതിൻ്റെ ടെൻഷൻ കുറവും കൊണ്ടുള്ളതുകൊണ്ടിട്ടാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ സെറ്റ് ചെയ്തിട്ട് ഇതിനൊരു കംപ്ലീറ്റ്ലി റണ്ണിങ് വീഡിയോ വേഗം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ വണ്ടി ഓടുന്ന സെറ്റപ്പാണ്. പക്ഷെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൗഡാണിത്. ബ്രഷ് മോട്ടറും കൂടെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ സ്റ്റിയറിങ് ഞാൻ കാണിച്ചു തരാം, പൊക്കി പിടിച്ച് കാണിച്ചു തരാം എന്തോരം തിരിയുമെന്നുള്ളത്. നോക്കിക്കോട്ടെ, കണ്ടോ കണ്ടോ. പക്ഷേ താഴത്തേക്ക് മുട്ടുന്ന സമയം പിന്നെ തിരിയാൻ ഭയങ്കര പാടാണ്. കണ്ടോ. അപ്പോൾ ആ ഒരു ടെൻഷൻ, താഴത്ത് വരുന്ന ആ ടെൻഷൻ ഒന്ന് കൂട്ടി നോക്കണം. എന്നിട്ടും സെറ്റായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സർവോ എടുക്കേണ്ടതായിട്ട് വരും. ഓടിക്കാൻ നല്ല രസമാണ്. പക്ഷെ ഫുൾ മാനുവലാണ്. ജൈറോയ അങ്ങനെയുള്ള ഒന്നുമില്ല. പുറകിലൊരു ഫ്ലൈ വീൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ലാത്തിടത്തോളം ഇത് ഫുള്ള് മാനുവലാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റോ വീഡിയോ ആയിട്ട് വരുമ്പോൾ അതുവരത്തേക്കും ബൈ.